السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയ എന്ന് പറയുന്ന മഹത്തായ കിതാബിൽ പറയുന്ന ഭാഗങ്ങൾ തുടർന്നുകൊണ്ടുള്ള ഭാഗങ്ങൾ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ സൂറത്തുൽ അംബിയായിലുള്ള ഒരു ആയത്തിൻ്റെ അവസാന ഭാഗമാണത്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുബാറക്കായ ഈ കിതാബിൽ ഖദറിനെക്കുറിച്ച്, വിധിയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മുൻ തീരുമാനപ്രകാരമാണ് അവൻ്റെ മഖ്ലൂഖാത്തിലുള്ള കാര്യങ്ങൾ മുഴുവനും നടക്കുന്നത് എന്ന് പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ച്, ഈമാൻ കാര്യത്തിലുള്ള ആറാമത്തെ ഈ റുക്നിനെക്കുറിച്ച് ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് നിലക്ക് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഖദറിൻ്റെ കാര്യത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. അത് ശരിക്ക് കൃത്യമായി മനസ്സിലാക്കാതിരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് അറിയാതിരിക്കുമ്പോൾ ആളുകൾ വഴികേടിലേക്ക് പോകുന്ന അനുഭവമാണ് മുൻ കാലഘട്ടങ്ങളിലുള്ളത്. ഈ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലം മുതൽ ഖദറിൻ്റെ കാര്യത്തിൽ ആളുകൾ വഴികേടിലേക്ക് പോയത് കാണാൻ കഴിയും. അതൊക്കെ കഴിഞ്ഞു പോയ കാലത്താണ്, ഇപ്പം അങ്ങനൊന്നും ഇല്ല എന്ന് ആരും ധരിക്കരുത്. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ നമ്മിൽപ്പെട്ട പല ആളുകൾ പോലും അറിയാതെ ഖദറിൻ്റെ കാര്യത്തിൽ അപകടങ്ങളിലേക്ക് ചെന്നു ചാടുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരൽപ്പം മഴ കൂടുതൽ വർഷിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കാര്യത്തിൽ വിമർശനമാണ് അള്ളാഹുവിന്. ഒരൽപ്പം മഴ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിമർശനമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച്. ചൂടൽപ്പം കൂടിയാൽ പരാതിയാണ്, അല്പം തണുപ്പ് കൂടിയാൽ പരാതിയാണ്. ജീവിത വിഭവങ്ങളിൽ ഒരൽപ്പം സാധനങ്ങൾക്ക് വില കൂടിയാൽ പരാതിയാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ്. അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ വരുത്തിവെക്കുന്ന, അവൻ തീരുമാനിക്കുന്ന, അവൻ ചെയ്യുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പൂർണ്ണമായി അള്ളാഹുവേ നിന്നിൽ വിശ്വസിച്ചു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ നിനക്ക് വഴിപ്പെട്ടു എന്ന് പറയുന്ന പൂർണ്ണ മനസ്സോടുകൂടെ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന അടിമകൾ വളരെ തുച്ഛമായിരിക്കും. നാം പരിശോധിച്ച് നോക്കിയാൽ എന്തു തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും, നമുക്ക് തൃപ്തിയുള്ളതും ഇഷ്ടപ്പെടുന്നതാണെങ്കിലും, നമ്മെ പ്രയാസപ്പെടുത്തുന്നതും നമുക്ക് താല്പര്യമില്ലാത്തതാണെങ്കിലും എല്ലാ സമയത്തും അള്ളാഹുമായുള്ള നമ്മുടെ നിലപാട്, മാനസിക അവസ്ഥ ഒരുപോലെയായിരിക്കുകയില്ല. അതിൽ ആളുകളിൽ ഏറ്റക്കുറച്ചിലുകൾ കാണും. പൂർണ്ണ മനസ്സോടെ, സംതൃപ്തിയോടെ അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനങ്ങൾക്കും പൂർണ്ണമായി ഒരു ചോദ്യം ചെയ്യലും ഒരു വിമർശനവും ഒരു കുറ്റപ്പെടുത്തലുമില്ലാതെ മനസ്സിൽ പൂർണ്ണ സംതൃപ്തരായി അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി മുന്നേറുന്ന ആളുകൾ വളരെ തുച്ഛമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയം ശരിക്ക് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ പല വശങ്ങളിൽ കൂടെ മഹാനായ ഈ പണ്ഡിതൻ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പല ഭാഗത്ത്, പല രൂപത്തിൽ കൂടെ, പല വാക്കുകളിൽ കൂടെ അതിനെ പരാമർശിക്കുകയും
അതിനെക്കുറിച്ച് ഈ പറയുന്ന മഹത്തായ കിതാബിൽ എഴുതി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഖദറിൻ്റെ കാര്യത്തിൽ ഒരു വിഭാഗം ആളുകൾ അതിനെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനവും മുൻകൂട്ടി കണക്കാക്കലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഖദരികൾ എന്ന പേരിൽ നല്ലൊരു വിഭാഗം ആളുകൾ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പോലത്തെ പ്രമുഖരായ പണ്ഡിതന്മാരായ സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ രംഗത്ത് വന്നവർ. മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ അടിമകളായ സൃഷ്ടികളായ നമ്മൾ നിസ്സഹായരും നിരപരാധികളുമാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം തീരുമാനിച്ച് കഴിഞ്ഞതാണ്. നമ്മിൽപ്പെട്ട പല ആളുകളും പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ പോലും അങ്ങനത്തെ ചില സംസാരങ്ങൾ വരും. അള്ളാഹു തീരുമാനിച്ചു, നമുക്കിനി എന്ത് ചെയ്യാനാ? പ്രത്യക്ഷത്തിൽ കേട്ടാൽ നമുക്ക് തോന്നും ഇവർ ഖദറിൻ്റെ കാര്യത്തിൽ നല്ല വിശ്വാസമുള്ള ആളുകളാണ് എന്ന്. പക്ഷേ അവരുടെ മനസ്സിൽ നമുക്കിനി ഒരു സാധ്യതയുമില്ല, നമുക്കൊരു സ്വാതന്ത്ര്യമില്ല, ഒക്കെ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള ഈ പറയുന്ന സൃഷ്ടികൾ, അടിമകൾ, നമ്മൾ നിസ്സഹായരാണ് എന്നുള്ള ധ്വനി വരുന്ന ആ ഒരു മാനസികാവസ്ഥയോടുകൂടെയാണ് അത് പറയുന്നു എന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മൾ ദുൽമ് ചെയ്തു എന്ന് പറയുന്ന ഒരു സ്വരം അതിൽ നിന്ന് അറിയാതെ വന്നു പോകും. അടിമകളായ നമ്മൾ നിരപരാധികളാണ്, നിസ്സഹായരാണ്, ഒക്കെ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള ആ നിലക്ക് പറയുന്ന മനുഷ്യൻ്റെ മനസ്സിലുള്ളത് നമ്മൾ പൂർണ്ണമായി ഒരു സ്വാതന്ത്ര്യമില്ലാത്ത നിസ്സഹായരായ അടിമകളാണ് എന്നുള്ള ധ്വനി പുറത്തേക്ക് വരുന്നത് അവൻ്റെ മനസ്സിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടെ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നിസ്സഹായരാണ്, അള്ളാഹു ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് എന്ന് ജബരികൾ എന്ന് പറയുന്ന ഖദറിൻ്റെ കാര്യത്തിൽ വ്യതിചലിച്ചു പോയ, വഴി പയച്ചു പോയ, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, സൃഷ്ടികളായ നമുക്കൊരു സ്വാതന്ത്ര്യവും ഒരു കഴിവും ഇല്ല എന്ന നിലക്കാണെങ്കിൽ ഖദറിൻ്റെ കാര്യത്തിൽ മറ്റൊരു അപകടത്തിൻ്റെ ഭാഗത്താണ് ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ ആളുകൾ. മഹാനായി പണ്ഡിതൻ അതുകൊണ്ട് തന്നെ പല ഭാഗത്തിൽ കൂടെ വിശദമായിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ വേറുള്ള വിഷയങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. ഖദറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ മലക്കളിലുള്ള വിശ്വാസത്തിനെക്കുറിച്ച് വേറുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഓർമ്മപ്പെടുത്തേണ്ടുന്ന വിഷയങ്ങൾ വീണ്ടും എഴുതി വച്ചു. ഖദറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞു അസ്ലുൽ ഖദരി സിറുല്ലാഹി തആല ഫീ ഖൽഖിഹി. വിധിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ രഹസ്യമാക്കി വെച്ച ഒരു കാര്യമാണ്. അവൻ്റെ സൃഷ്ടികൾ ഒരാൾക്കും, ഒരു മലക്കുകൾക്കോ ഉത്തമരായ മലക്കുകൾക്കോ ഉന്നതരായ പ്രവാചകന്മാർക്കോ പോലും അറിയിച്ചു കൊടുക്കാത്ത അവൻ്റെ സൃഷ്ടികളിൽ അവനെടുത്തു വെച്ച തീരുമാനങ്ങളെക്കുറിച്ച് രഹസ്യമാക്കി വെച്ചതാണ്. അതാർക്കും അറിയൂല. അള്ളാഹു ഒരാൾക്ക് എന്തുകൊണ്ട് ഇൽമ കൊടുത്തു, മറ്റൊരാൾക്ക് അത് കൊടുത്തില്ല. ഒരാളെ എന്തുകൊണ്ട് മുഅ്മിനാക്കി, മറ്റൊരാളെ എന്തുകൊണ്ട് കാഫിറാക്കി. ഒരുത്തന് എന്തുകൊണ്ട് ആരോഗ്യം കൊടുത്തു, ഒരാളെ രോഗിയാക്കി. ഒരാളെ സമ്പന്നനാക്കി, മറ്റൊരാളെ ദരിദ്രനാക്കി. ഒരാൾക്ക് കുട്ടികളെ കൊടുത്തു, മറ്റൊരാൾക്ക് കൊടുത്തില്ല. ഇങ്ങനെ അവൻ്റെ സൃഷ്ടികളിലുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താ, അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താ, എന്താണ് അതിൻ്റെ ആ രഹസ്യം, അതിൻ്റെ ഉള്ളറ എന്താണ്, ഇതവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അടിമകളായ നമ്മൾ പൂർണ്ണമായി അള്ളാഹുവിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ഇതാണ് സൃഷ്ടികളുടെ ബാധ്യത. ലാ യുസ്അലു അമ്മാ യഫ്അൽ, ലാ യുസ്അലു അമ്മാ യഫ്അൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനോട് ചോദിക്കപ്പെടാൻ പാടില്ല. അള്ളാഹുവിനെ വിചാരണ ചെയ്യാനോ, എന്തിന് ഇവന് ധനികനാക്കി, എന്നെ എന്തുകൊണ്ട് ദരിദ്രനാക്കി, എന്തുകൊണ്ട് ഒരാൾക്ക് ആരോഗ്യം കൊടുത്തു, എന്തുകൊണ്ട് എന്നെ രോഗിയാക്കി, എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് മഴ വർഷിപ്പിച്ചു, അതിൻ്റെ കാലാവസ്ഥയല്ലല്ലോ, എന്തുകൊണ്ട്? ലാ യുസ്അലു അമ്മാ യഫ്അൽ. അത് നേരിട്ട് നാവ് കൊണ്ട് ചോദിക്കപ്പെടാൻ പാടില്ല. ചോദിക്കപ്പെടാൻ നമുക്ക് സൃഷ്ടികൾക്കൊരു അർഹതയുമില്ല. ഒരാൾക്കും, ഒരു സൃഷ്ടിക്കും അതിന് അർഹതയില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കപ്പെടുന്നതിനൊരു പ്രസക്തിയുമില്ല. അള്ളാഹുവിൻ്റെ അളമത്തും അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ കഴിവും ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളും അത് നമുക്ക് കൃത്യമായി അറിയുന്ന പക്ഷം നാം അറിയുന്ന ഓരോ വിഷയങ്ങളിലും നമുക്കത് ബോധ്യപ്പെടും. പല കാര്യങ്ങളിലും നമുക്ക് അറിയാത്തത് നാം അവന് വിചാരണ ചെയ്യാനോ ചോദിക്കപ്പെടാനോ അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കാനോ സൃഷ്ടികളായ നമുക്ക് യാതൊരു അർഹതയും യോഗ്യതയുമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ. എന്നാൽ സൃഷ്ടികളുടെ കാര്യമാണെങ്കിൽ വഹും യുസ്അലൂൻ, വഹും യുസ്അലൂൻ. സൃഷ്ടികളായ
നമ്മിൽ നിന്ന് വരുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അതിന് അവൻ്റെ അടിമകളെ വിചാരണ ചെയ്യുകയും ചെയ്യും. ഈ പറയുന്നത് ഖളാ ഖദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മഹാനായ ഈ പണ്ഡിതൻ പല വാക്കുകളിൽ കൂടെ ഈ ഖദറിനെ കുറിച്ചും ആ വിഷയങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ വായിച്ചത് അസ്ലുൽ ഖദരി സിറുല്ലാഹി തആല ഫീ ഖൽഖിഹി. ഖദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ മറച്ചു വെച്ച ഒരു രഹസ്യമാണ്. ലം യത്തലി അലാ ദാലിക മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ. അള്ളാഹുവിലേക്ക് സാമീപ്യവും അടുപ്പവുമുള്ള ഒരു മലക്കിനോ അതല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അള്ളാഹു വിശ്വസിച്ച് ഉത്തരവാദിത്തങ്ങളുമായി ഏൽപ്പിച്ച് പറഞ്ഞയക്കപ്പെട്ട പ്രവാചകന്മാർക്കോ അതിനെക്കുറിച്ച് അവൻ അറിയിച്ചു കൊടുത്തിട്ടില്ല. ആ പറയുന്ന അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ കാര്യത്തിൽ ഓരോ ഈ സൃഷ്ടികളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ ആയത്തിൽ പഠിക്കാൻ പോകുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുകയും അവൻ്റെ മനസ്സിൽ വരുന്ന തോന്നലുകൾക്കൂടെ പിന്നിൽ പോയി അവൻ മുന്നോട്ട് പോകുന്ന പക്ഷം അത് ദരിഅത്തുൽ ഖിദ്ലാൻ, ഒരു മനുഷ്യൻ്റെ അവഹേളനത്തിൻ്റെ ലക്ഷണമാണത്. അള്ളാഹു ആ വ്യക്തിയെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ മനുഷ്യനെ സഹായിക്കാതെ നല്ല മാർഗത്തിൽ കൂടെ പോകാൻ തൗഫീഖ് നൽകാതെ അവൻ അള്ളാഹു കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ തെളിവാണ്. വസുല്ലമുൽ ഹിർമാൻ, ആ വ്യക്തി ഹതഭാഗ്യനാണ്. അവന് നല്ല തൻ്റേടുണ്ട്, നല്ല യുക്തിയുണ്ട്, നല്ല ബുദ്ധി ഉപയോഗിച്ചു, നല്ല പാണ്ഡിത്യമുണ്ട് എന്നാരും വിചാരിക്കരുത്. ഖദറിൻ്റെ കാര്യത്തിൽ ആഴത്തിൽ പഠിക്കാനോ ചിന്തിക്കാനോ വിശകലനം ചെയ്യാനോ ഒരാൾ പോകുകയാണെങ്കിൽ അവൻ നല്ല തൻ്റേടമുള്ള നല്ല പാണ്ഡിത്യമുള്ള ആളാണ് എന്നാരും വിചാരിക്കേണ്ട. വസുല്ലമുൽ ഹിർമാൻ, ആ മനുഷ്യൻ ഹതഭാഗ്യനാണ്. അവൻ ഭാഗ്യം നഷ്ടപ്പെട്ട, വിജയത്തിന് സാധ്യതയില്ലാത്ത പടികൾ ചവിട്ടി കയറുന്നവനാണ് എന്ന് മനസ്സിലാക്കുക. വദറജത്തു തുഗ്യാൻ, ആ മനുഷ്യൻ ധിക്കാരിയാണ്. അള്ളാഹുവുമായിട്ട് അടിമ അവൻ സമീപിക്കേണ്ടുന്ന അവൻ്റെ നിലവാരം അത് മനസ്സിലാക്കാതെ അവൻ അഹങ്കാരിയായി അള്ളാഹു മറച്ചുവച്ച ഈ കാര്യത്തിനെക്കുറിച്ച് വിശകലനം ചെയ്യാനും ചർച്ച ചെയ്യാനും പോകുകയാണ് എന്ന് മനസ്സിലാക്കണം. ഫഹദർ കുല്ലൽ ഹദർ, എല്ലാ നിലക്കും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മിൻ ദാലിക് നളറൻ വഫിക്റൻ വവസ്വസ. അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ കാര്യത്തിൽ നമുക്ക് ലഭിച്ച കാര്യങ്ങളാണെങ്കിലും മറ്റു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും മുസ്ലിമീങ്ങളായ ആളുകൾ കയ്യും കണക്കുമില്ലാതെ ആക്രമിക്കപ്പെടുന്നു. ശത്രുക്കൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും അവർക്ക് ലഭിക്കുന്നു. നിസ്സഹായരായ മുസ്ലിമീങ്ങളുടെ ഭവനങ്ങൾ തകർക്കപ്പെടുന്നു, അവരുടെ കുടുംബങ്ങളെ കൊല്ലപ്പെടുന്നു. അവർക്ക് ഈ ലോകത്ത് ഒരു ഗതിയില്ലാതെ അവർ നിസ്സഹായരായി അഭയാർത്ഥികളായി പട്ടിണിപ്പാവങ്ങളായി സഹായിക്കാൻ ആളില്ലാതെ പോകുന്നു. കുഫാറുകളും ഫുജാറുകളുമായ ആളുകൾ എല്ലാവിധ ഭൗതികമായ സഹായങ്ങളും സമ്പത്തുകളും സൗകര്യങ്ങളും അധികാരത്തോടുകൂടെ ഇവിടെ മതിമറന്നുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എന്താ കാരണം? എന്താ അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്? എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചെയ്തു? എന്തുകൊണ്ട് ചെയ്തു? അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനും ചർച്ച ചെയ്യാനും പോകാൻ പാടില്ല എന്നാണ് മഹാനായ ഈ പണ്ഡിതൻ പറഞ്ഞത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാടും അത് തന്നെയാണ്. അതിൽ ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് മനസ്സിൽ തോന്നലുകളോ വസ്വാസുകളോ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പോകാതെ നിൽക്കും. അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളിൽ കൃത്യമായ നിലപാടുകളും ഹിക്മത്തുകളുണ്ട്. അതനുസരിച്ചാണ് ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ചെയ്യുന്നത്. അടിമകളായ നമുക്ക് നമ്മോട് പറഞ്ഞ ഉത്തരവാദിത്വങ്ങൾ അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, നമുക്കും നമ്മുടെ മറ്റുള്ള മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. സഹായത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, സമാധാനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി, ശത്രുക്കളുടെ പരാജയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, സഹായത്തെ തേടുക. ഇതുപോലത്തെ കാര്യങ്ങളാണ് സൃഷ്ടികളായ നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. എനിക്കല്ലാഹു എന്ത് തീരുമാനിച്ചു, ഞാൻ കുറേ കാര്യങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അതിന് അഭിവൃദ്ധിയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യണു? നിരാശയിലേക്ക് പോകാതെ, അള്ളാഹുവിനോട് വിമർശനത്തിന് പോകാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കാര്യത്തിൽ അവനെ കുറ്റപ്പെടുത്താൻ പോകാതെ, ഒരു ചോദ്യം ചെയ്യലും അള്ളാഹുവിനോട് നടത്താതെ ഞങ്ങൾ വിശ്വസിച്ചു അള്ളാഹുവേ, ഞങ്ങൾ നിന്നെ അനുസരിച്ചു, ഞങ്ങൾ തൃപ്തിപ്പെട്ടു, ക്ഷമിക്കേണ്ടുന്ന ഭാഗത്ത് ക്ഷമിക്കുകയും നന്ദി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് അള്ളാഹുവിനോട് കൃത്യമായി നന്ദി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഇതാണ് അടിമകളായ നമ്മുടെ ബാധ്യത. വഫി അംരിഹി വവജ്ഹി കൗനിഹി സിർറൻ, അള്ളാഹുവിൻ്റെ ഈ ലോകത്തുള്ള ഓരോ കാര്യങ്ങളിലും
അവൻ്റെ സൃഷ്ടികളിൽ ഉള്ള അവൻ്റെ ഓരോ വിഷയങ്ങൾ അവൻ്റെ അടിമകളായ നമ്മോട് കൽപ്പിച്ച ആരാധനാപരമായ അവൻ്റെ നിയമങ്ങൾ, അതിലൊക്കെ സിർറൻ ലാ യഅലമുഹു അൽ ബശർ, ഒരു മനുഷ്യനും അറിയാത്ത രഹസ്യമായി വച്ചതാണ്. സുബ്ഹാനഹു ലഹുൽ ഹിക്മ, അള്ളാഹുവിന് അതിൻ്റെ പിന്നിലൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അള്ളാഹു വ്യക്തമായി അറിഞ്ഞ് അതിൻ്റെ പിന്നിലുള്ള വരും വരായികൾ കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ചില ആളുകൾ അള്ളാഹു സന്മാർഗത്തിലേക്ക് ചേർത്തു. വഅളല്ല ഹാദ, മറ്റു ചില ആളുകളെ വഴികേടിലാക്കി. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ വലാ യജൂസു ലിൽ ഇബാദി അൻ യസ്അലു അനിൽ അസ്ബാബി ഫി അഫ്ആലില്ലാഹി തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ കുടുംബപരമായ, നമ്മുടെ സമ്പത്തുപരമായ, ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിനോട് ചോദ്യം ചെയ്യാൻ പാടില്ല. ഫലാ യുഖാലു ലിമാദാ ഹബസല്ലാഹുൽ ഖൈർ, എന്തുകൊണ്ട് നന്മ തടയപ്പെടുന്നു, അള്ളാഹ് എന്തുകൊണ്ട് ഈ വിഭാഗം ആളുകൾക്ക് നന്മ നൽകിയില്ല, ഇവിടെ എന്തുകൊണ്ട് ശക്തിയും അതേപോലെ തന്നെ അഭിവൃദ്ധിയും കൊടുത്തില്ല, മറ്റു ചില ആളുകൾക്ക് എന്തുകൊണ്ടത് കൊടുത്തു, ചോദ്യം ചെയ്യാൻ പാടില്ല. ലിമാദാ അൻസലല്ലാഹുൽ അദാബ്, എന്തുകൊണ്ട് അള്ളാഹു ആ നാട്ടിൽ ഭൂമി കുലുക്കമുണ്ടാക്കി, എന്തുകൊണ്ട് പ്രളയമുണ്ടാക്കി, എന്തുകൊണ്ട് മഴയില്ലാത്ത ക്ഷാമമുണ്ടാക്കി, ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന കാര്യങ്ങളിൽ ലിമാദാ ഖലഖല്ലാഹുൽ അംറാദ്, എന്തുകൊണ്ട് രോഗം അള്ളാഹു തആല, ലിമാദാ ഖലഖല്ലാഹുൽ ഹശറാത്തി വൽ അദ്റാർ, ദുരിതങ്ങളും ഈ പറയുന്ന ഉപദ്രവകാരികളായ ജീവികൾ അള്ളാഹു തആല എന്തുകൊണ്ടുണ്ടാക്കി, പിടിമൃഗങ്ങൾ ഉണ്ടാക്കി, എന്താണ് അതിൻ്റെ പിന്നിലുള്ള, എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടായി, കുഫാറുകളായ ആളുകൾക്ക് എന്തുകൊണ്ട് ആധിപത്യം കൊടുത്തു, എന്തുകൊണ്ട് അധികാരവും സമ്പത്തും കൊടുത്തു, ഈ പറയുന്ന ഒരു കാര്യങ്ങളിലും ലാ യുസ്അലു അമ്മാ യഫ്അൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനോട് ചോദിക്കപ്പെടുകയില്ല. അള്ളാഹുവിനോട് ചോദിക്കപ്പെടുകയില്ല, ചോദിക്കാനുള്ള അർഹതയും അവകാശവും ഒരാൾക്കും തന്നെയില്ല. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും തന്നെ വെറുതെ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ഹിക്മത്തുമില്ലാതെ നിരർത്ഥകമായി ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല എന്നുള്ളത്. വലൈസ ശൈഉം മിൻ ഖൽഖിഹി മൗജൂദൻ ഇല്ലാ ലിഹിക്മ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നും തന്നെ വ്യക്തമായ ഹിക്മത്തില്ലാതെ ഇല്ല തന്നെ. വലം യുസല്ലിത്ത് ഉഖൂബതൻ വലം യഖ്ലുഖ് മറദൻ, ശിക്ഷകൾ അവൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ചില ആളുകൾക്ക് രോഗങ്ങൾ കൊടുത്തു, അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു നന്മയും ഹിക്മത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞ് നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. എന്താണ് ആ ഹിക്മത്ത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള നന്മ, എന്താണ് അത്? അവൻ്റെ സൃഷ്ടികളായ നമ്മിൽ നിന്ന് പലതും അള്ളാഹു മറച്ചു വച്ചിരിക്കുകയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടികളായ നമ്മൾ അള്ളാഹുവിനോട് അതിൻ്റെ പേരിൽ വിമർശനം നടത്താനോ കുറ്റപ്പെടുത്താനോ ചോദ്യം ചെയ്യാനോ പാടില്ല. ബൽ നുഅ്മിനു ബിദാലിക കുല്ലി, ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്, കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ അറിയാത്ത നന്മകൾ അതിലൊരുപാട് ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് തെറ്റുകളെയോ ഷർറുകളെയോ ചീത്തയായ കാര്യങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക പോലും ചെയ്യാത്ത മര്യാദ അദബ് നാം അള്ളാഹുവിനോട് പാലിക്കണം. അള്ളാഹുവിനോട് നമ്മൾ പാലിക്കണം. ലാ യസ്അലുഹു സായിലുൻ സുബ്ഹാനഹു അമ്മാ യഫ്അൽ ബിഇബാദിഹി മിൻ ഇസാസിൻ വ ഇദ്ലാൽ. ചില ആളുകളെ പ്രതാപരാക്കുന്നു, ചില ആളുകളെ നിന്ദിക്കുന്നു, ചില ആളുകൾക്ക് സന്മാർഗം ഹിദായത്തും കൊടുക്കുന്നു, ചില ആളുകളെ വഴിപഴപ്പിക്കുന്നു, ചിലർക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും നൽകുന്നു, ചില ആളുകൾക്ക് ദാരിദ്ര്യം നൽകുന്നു. ചില ഭാഗത്ത് ആരോഗ്യമാണെങ്കിൽ മറ്റു ചില ഭാഗത്ത് രോഗമാണ്. ചില ആളുകൾ ചില ഭാഗത്ത് അഭിവൃദ്ധിയും വിജയത്തിൽ പോകുമ്പോൾ മറ്റു ചില ആളുകൾ തൊട്ടത് മുഴുവനും പരാജയപ്പെട്ടു പോകുന്ന, അവർക്ക് അധപ്പതനം കാണുന്നു. ഈ കാര്യത്തിൽ അള്ളാഹുവിനോട് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. ലിഅന്നഹു ഹുവർ റബ്ബു അൽ മാലിക് അൽ മുതസർരിഫു ഫീ ശുഊനി ഖൽഖി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് സൃഷ്ടാവ്, അവനാണ് ഉടമ, അവൻ മാത്രമാണ് നിയന്ത്രിക്കാൻ കഴിവുള്ളവനും നിയന്ത്രിക്കുന്നവനും അവൻ മാത്രമാണ്. അവൻ്റെ സൃഷ്ടികളിൽ അവന് വ്യക്തമായ നിലക്ക് കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട് താനും. സൃഷ്ടികളായ നമുക്ക് ഒന്നും തന്നെ ഇല്ലാത്തവരാ, ഇല്ലായ്മയിൽ നിന്ന് ഈ ലോകത്ത് വന്നു അള്ളാഹു സൃഷ്ടിച്ചതുകൊണ്ട്. അങ്ങനത്തെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരു നിലക്കും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലക്ക് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പോവുകയും ചെയ്യുന്നു, അള്ളാഹു മരിപ്പിക്കുന്നത് കൊണ്ട്.
വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മെ പുനർജീവിപ്പിക്കുന്നു. നമുക്കതിൽ യാതൊരു കൈകടത്തലുമില്ല. അങ്ങനെ മഹ്ശറയിൽ അവനെത്തിക്കുന്നു. അവിടെ വെച്ച് ചോദ്യം ചെയ്യലും വിചാരണയും അവൻ നടത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ സൃഷ്ടികളിൽ പൂർണ്ണമായ നിലക്ക് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ്, അധികാരമുള്ളവനാണ്. സൃഷ്ടികളായ നമ്മോട് ഖിയാമത്ത് നാളിൽ ഈ ലോകത്ത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മുഴുവനും അല്ലാഹു ചോദിക്കും. അവൻ അതിന് അധികാരമുള്ളവനുമാണ്. ഈ കാര്യം വളരെ വ്യക്തമാണ് നമുക്ക്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു സ്ഥാപനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചില ഉത്തരവാദിത്തങ്ങളോ ബാധ്യതകളോ ഏറ്റെടുത്ത് ചെന്ന് അവിടെയുള്ള ഒരു ചെറിയ ഒരു തൊഴിലാളി, അതിൻ്റെ തലപ്പത്ത് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, തീരുമാനമെടുക്കുമ്പോൾ ഈ ചെറിയ തൊഴിലാളി ചെന്നിട്ട് എന്തിന് നിങ്ങൾ അവനെ പുറത്താക്കി, നിങ്ങൾ എന്തുകൊണ്ട് പുതിയ ഒരു സ്റ്റാഫിനെ എടുത്തു, നിങ്ങളതല്ലെങ്കിൽ എന്തുകൊണ്ട് അവന് കയറ്റം കൊടുത്തു, എന്തുകൊണ്ട് സമയത്തിൽ ഇങ്ങനെ കുറവ് വരുത്തി, ലീവ് എന്തുകൊണ്ട് വെട്ടിക്കുറച്ചു, ഈ ചോദ്യം ചെയ്യാൻ ചെറിയൊരു തൊഴിലാളിക്ക് എന്തധികാരമാണുള്ളത്? മനുഷ്യരായ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ചുറ്റുപാടിൽ തലപ്പത്തുള്ള നേതൃത്വത്തിലുള്ള ആളോട് ഈ ചോദ്യം ചോദിക്കാൻ ഒരാൾ ചെന്നാൽ പിറ്റേ ദിവസം അവൻ ആ സ്ഥാപനത്തിലില്ല. അങ്ങനെ ചോദിച്ച വ്യക്തി ആ ചോദിച്ചത് നല്ലതാണ് എന്ന് തൻ്റെ ഇടമുള്ള മറ്റുള്ള ആരെങ്കിലോട് പറയാനും തയ്യാറാവൂല. അവനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. മാനേജർ ചോദ്യം ചെയ്യാൻ ആരാ? അല്ലേ? ഇത് സൃഷ്ടികളായ നമ്മിൽ നടക്കുന്ന കാര്യങ്ങളാണ്. വലില്ലാഹിൽ മഥലുൽ ആല, ഉന്നതനായ റബ്ബും മാലിക്കും മുദബ്ബിറുമായ സൃഷ്ടാവായ മാലിക്കുൽ മുലൂക്കായ അലീമായ ഖവിയായ ശക്തനായ വനിയ സൃഷ്ടികളിലേക്ക് യാതൊരു ആശ്രയവുമില്ലാത്ത, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സസൂക്ഷ്മം അറിയുന്ന ലത്തീഫും ഖബീറുമായ നീതിമാനായ ഹക്കീമായ അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി ഇങ്ങനെ അടിമകളായ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു അദബിലേക്ക് നമ്മളെല്ലാവരും വരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ചെയ്യുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും വിമർശനമില്ലാത്ത നിലക്ക് പൂർണ്ണ മനസ്സോടെ അള്ളാഹുവിന് കീഴൊതുങ്ങി വഴങ്ങി താഴ്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പ്രാപ്തരാകും. മഹാന്മാരായ പ്രവാചകന്മാരുടെ അവസ്ഥ ഇതായിരുന്നു. മഹാന്മാരായ പ്രവാചകന്മാർ സൂറത്തുൽ മാഇദയുടെ അവസാനത്തിൽ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിനും മാതാവിനും അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഈസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന നടക്കുന്ന കുഫാറുകളായ നസാറാക്കൾ അദ്ദേഹത്തിനെയും മാതാവിനെയും ഇലാഹാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന, നിന്നെയും നിന്റെ മാതാവിനെയും ആരാധിക്കുവാൻ വേണ്ടി ഈസാ ജനങ്ങളോട് പറഞ്ഞു, അഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ല, എന്നെയും എൻ്റെ മാതാവിനെയും നിങ്ങൾ ഇലാഹാക്കി ആരാധിക്കണമെന്ന് ഈസാ നീ ജനങ്ങളോട് പറഞ്ഞോ? ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യം സൂറത്തുൽ മാഇദയുടെ അവസാനത്തിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. മഹാനായ ആ പ്രവാചകൻ അള്ളാഹുവിനോട് പറയുന്നത്, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അബ്ദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവേ, എന്നും എൻ്റെ മാതാവിനും ആരാധിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടേയില്ല. ഞാൻ അവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം എനിക്കറിയുമായിരുന്നു. ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം, നീ എന്നെ വഫാത്താക്കിയതിൻ്റെ ശേഷം അവരെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആൾ നീയായിരുന്നു, നിനക്കറിയാം അവരെന്താ ചെയ്തതെന്ന്. അതുകൊണ്ട് ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, നീ അവരെ ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിന്റെ നീതിയാണ്, നീ അതിനർഹനുമാണ് എന്ന്. ഇത്രയും ലക്ഷക്കണക്കിനായ കോടിക്കണക്കിനായ ആളുകളെ എന്തുകൊണ്ട് നീ ശിക്ഷിക്കുന്നു അല്ലാഹുവേ? പാവങ്ങളല്ലേ, നിരപരാധികളല്ലേ, അവർക്ക് അറിയിട്ടല്ലേ ഒന്നുള്ളൊരു ന്യായീകരണവും അള്ളാഹുവിനോട് യാതൊരു ന്യായീകരണം മഹാനായ പ്രവാചകൻ അവിടെ വെച്ച് നടത്തുന്നില്ല. ഇൻ തുഅദ്ദിബുഹും, അള്ളാഹുവേ നീ അവരെ ശിക്ഷിക്കുന്ന പക്ഷം ഫഇന്നഹും ഇബാദുക്, നീ അതിനർഹനാണ്, നിനക്കതിന് യോഗ്യതയുള്ളവനാണ്. നിന്നെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും ഒരാൾക്കും ഒരവകാശവും ഇല്ല തന്നെ, പൂർണ്ണ മനസ്സോടുകൂടെ. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ ദോഷങ്ങൾ ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്, റഹ്മത്ത്. അത് നിന്റെ അധികാരത്തിൽപ്പെട്ടത്, അത് നിന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. സൃഷ്ടികളായ ഒരാൾക്കും അതിൽ യാതൊരു അവകാശവും യാതൊരു അധികാരവും അതിലൊന്നും ഇല്ല തന്നെ എന്നാണ് മഹാനായ പ്രവാചകൻ പറയുന്നത്. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, അല്ലാഹു ഹുവർ റബ്ബുൽ മാലിക്കുൽ മുതസർരിഫു ഫീ ശുഊനി ഖൽഖി, സൃഷ്ടികളുടെ കാര്യത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്ന എല്ലാവരുടെയും ഉടമയും
എല്ലാവരുടെയും സൃഷ്ടാവുമായ അള്ളാഹു അവനാണത്. വഹും യുസ്അലൂന യൗമൽ ഖിയാമത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അവൻ്റെ അടിമകളിലേക്ക് അയച്ചു, നേരായ മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്ത് അറിയിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി. തെറ്റായ കാര്യങ്ങൾ ഇന്നതാണ് അതിന് താക്കീത് ചെയ്തുകൊണ്ട് ആ പ്രവാചകന്മാർ പറഞ്ഞത് കൃത്യമായി കേട്ട് അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കഴിവും സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തി നേടിയെടുത്താൽ ഫസഇദ വഫാസ്, അവർക്ക് വിജയം. അള്ളാഹുവിനോട് ചോദ്യം ചെയ്യാൻ പോകാൻ പാടില്ല, അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ച് ചർച്ച ചെയ്യാനും പോകാൻ പാടില്ല. അതുകൊണ്ട് ഫലൂൽ, അതിന് അടിമകളായ നമുക്ക് അർഹതയുമില്ല. നേരെ മറിച്ച് പ്രവാചകന്മാരെ അവർക്കറിയിച്ച് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പുറംതിരിഞ്ഞു പോയ ആളുകൾ ഫശഖിയ വഹലക്, അവർക്ക് പരാജയമാണ്, അവർ നാശത്തിൽ ചെന്നു ചാടുകയും ചെയ്യും. എന്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യാൻ പാടില്ല? ലിഇളമതിഹി വഇസ്സതി, അള്ളാഹുവിൻ്റെ മഹത്വം അത്രയാണ്. സൃഷ്ടികളായ നമ്മളും അള്ളാഹുമായുള്ള അന്തരം അതിന് മാത്രമുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതാപം കൊള്ള വെച്ച് നോക്കുമ്പോൾ സൃഷ്ടികളായ നമ്മൾ ഒന്നും തന്നെയല്ല. നമ്മൾ മുമ്പില്ലാത്തവരായിരുന്നു, നമുക്ക് ബുദ്ധിയില്ലാത്തവരായിരുന്നു, നമ്മെ അവൻ സൃഷ്ടിച്ചു, നമുക്ക് ബുദ്ധി തന്നു. നമുക്കൊന്നും അറിയാത്തവരായിരുന്നു, അവൻ ചില അറിവ് നമുക്ക് നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്നുമില്ലാത്ത കണ്ണും കാഴ്ചയും കേൾവിയും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു, അത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ചിന്തിക്കാനുള്ള കഴിവ്, വിവേചന അധികാരം, നല്ലതിന്നതാണ് ചീത്ത ഇന്നതാണ് എന്ന് വിശകലനം ചെയ്യാനുള്ള പ്രാപ്തി, ഇതൊക്കെ അള്ളാഹു നൽകിയതാണ്. എന്നിട്ട് പിന്നെ ആ അള്ളാഹുവിനെ ചെന്ന് ചോദ്യം ചെയ്യാൻ പാടില്ല. ലി അളമതിഹി വഇസ്സതി വകമാലി ഖുദ്റതിഹി, അള്ളാഹുവിൻ്റെ അതിന് മാത്രമുള്ള പരിപൂർണമായ ശക്തിയുള്ളവനാണ്. ലാ യഖ്ദിറു അഹദുൻ അൻ യുമാനിഅഹു ഔ യുആരിള, അള്ളാഹുവിനോട് ചോദ്യം ചെയ്ത് അള്ളാഹുവിനെ വിമർശിച്ച് അള്ളാഹുവിൻ്റെ എതിർപക്ഷത്ത് നിലയുറപ്പിക്കാനൊന്നും ഒരുത്തനും കഴിവോ പ്രാപ്തിയോ ഒന്നും തന്നെയില്ല. ലാ യഖൂൽ ലാ ബിഖൗലിൻ വലാ ബിഫീൽ, എന്തെങ്കിലും വാക്കുകൊണ്ട് അള്ളാഹുവിനെ എതിർക്കാനോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പരാജയപ്പെടുത്താനോ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്കും ഒരു കഴിവും ഒരു പ്രാപ്തിയുമില്ല തന്നെ. അതിൻ്റെയും പുറമെ വലിക്കമാലി ഹിക്മതിഹി വവളഇഹി അൽ അഷ്യാഅ മവാളിഅഹ, അള്ളാഹുവിന് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടെ ചെയ്യുന്നവന, ഓരോന്നും അതിൻ്റെ സ്ഥാനത്ത് കൃത്യമായ പോയിന്റിൽ സ്ഥാനത്തിൽ കൊണ്ടുപോയി വെക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, അറിവുള്ളവനാണ്, കുറ്റമറ്റ നിലക്ക് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അഹ്സന കുല്ല ഷൈഇൻ യുഖദ്ദിറുഹുൽ അഖൽ, മനുഷ്യൻ ശരിയായ നിലക്ക് ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഓരോ കാര്യങ്ങളും നല്ലത്. നാം നമ്മുടെ ഓരോരോ ജീവിതത്തിലേക്ക് പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള മറ്റ് പലരെ കൊള്ള പരിശോധിച്ച് നോക്കുമ്പോഴും അതിലേറെ എത്രയോ എത്രയോ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതാണ് നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് കുറവുണ്ട് എന്ന് തോന്നിയാൽ അതിലേറെ എത്രയോ കുറവുള്ള ആളുകൾ നമ്മുടെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നമുക്ക് നോക്കിയാൽ കാണും. ദീനിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്, ദുന്യാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഏതെങ്കിലും ചില പ്രയാസങ്ങൾ ചില സമയത്ത് നമുക്കുണ്ടായി, അതിൻ്റെ ശേഷം അതിൻ്റെ ഹിക്മത്തോ കാര്യങ്ങളോ നമുക്കറിഞ്ഞാൽ ആ വന്ന ദുരിതവും രോഗവും ആ പ്രയാസവും അതുപോലെ നമുക്ക് നല്ലതായിട്ട് ഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല നിലക്കാണ് കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫലാ യുതവജ്ജഹു ഇലൈഹി സുആൽ, എന്തിനല്ലാഹു ഇങ്ങനെ ചെയ്തു, എനിക്ക് ഈ രോഗം എന്തിനു തന്നു, എനിക്ക് ഈ ദുരിതം എങ്ങനെ എന്തുകൊണ്ട് നീ കണക്കാക്കി, അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന ആളുകൾക്ക് ഈ പരീക്ഷണങ്ങൾ കഷ്ടപ്പാടുകൾ എന്തിനു കൊടുത്തു. നമ്മളിലേറെ ആ ആളുകളുടെ അവസ്ഥ, നമ്മളിലേറെ നാം ഓരോരുത്തരുടെയും കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അറിയുന്നവനാണ്. ലിഅന്ന ഖൽഖഹു ലൈസ ഫീഹി ഖലലുൻ വലാ ഇഖ്ലാൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ, അവൻ്റെ തീരുമാനങ്ങളിൽ, അവൻ്റെ വിധിയിൽ ഒരു പിഴവോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മയോ അതിൽ കാണാൻ കഴിയുകയില്ല. സൃഷ്ടികളുടെ കാര്യം അങ്ങനെയല്ല. വഹും യുസ്അലൂൻ, സൃഷ്ടികളാണെങ്കിൽ അവർക്കറിവില്ലായ്മയുണ്ടാകും, അവർക്ക് അനീതിയുണ്ടാകും, അവർക്ക് അക്രമമുണ്ടാകും, അവർക്ക് വ്യക്തിപരമായ പല താല്പര്യങ്ങളും ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ലോകത്ത് ദുന്യാവിൽ എന്ത് ചെയ്തു, എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് കൃത്യമായി അവരോട് ചോദ്യം ചെയ്യപ്പെടും. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തൊരു മനുഷ്യൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അറഅയ്ത, ഒന്ന് പറഞ്ഞു തരി, ഇൻമന അനി അൽ ഹുദ, അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നില്ല എന്ന് വെക്ക്, എന്നെ നേരായ മാർഗത്തിലേക്ക് ചേർത്തില്ല എന്ന് വെക്ക്, വമനഹനി അർറദ,
അള്ളാഹു എനിക്ക് നാശമാണ് കണക്കാക്കിയത് എന്ന് വെക്കുക ഒരു മനുഷ്യൻ സങ്കല്പിക്കുക. ആ മനുഷ്യന് ഹിദായത്ത് കൊടുക്കാതെ കുഫറും ലലാലത്തും ശിർക്കുമാണ് അള്ളാഹ് തീരുമാനിച്ചത് കണക്കാക്കി എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അഹ്സന ഇലയ്യ അം അസ, അള്ളാഹു ആ വ്യക്തിയോട് നന്മയാണോ ചെയ്തത് അതല്ല തിന്മയാണോ? ഇതാ ചോദ്യം. ഖദറിന്റെ കാര്യത്തിൽ വ്യക്തതയില്ലാതെ ഈ മനുഷ്യൻ വന്നിട്ട് ചോദിക്കും. ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കാതെ ആ മനുഷ്യനെ കാഫിറാക്കി മുശ്രിക്കാക്കിയിട്ട് ഈ ലോകത്തിൽ നിന്ന് മരിപ്പിച്ചു കളഞ്ഞു. അള്ളാഹ് ആ മനുഷ്യനോട് ചെയ്തത് നന്മയാണോ തിന്മയാണോ? ആ മനുഷ്യന്റെ ചോദ്യത്തിലുള്ളത് അള്ളാഹ് ആ മനുഷ്യനോട് അനീതി കാണിച്ചില്ലേ, ദുൽമ് ചെയ്തില്ലേ? ഇനി നരകത്തിലിട്ട് ആളെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ മനുഷ്യനോട് അള്ളാഹ് ദുൽമ് ചെയ്തിട്ടല്ലേ? ഇതാ ചോദ്യം. അപ്പോ അലി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, ഇൻ മനഅക ഹഖക ഫഖദ് അസ, നിനക്ക് കിട്ടാനുള്ളതായിരുന്നു അത് അള്ളാഹ് തടഞ്ഞു എന്നുണ്ടെങ്കിൽ അള്ളാഹ് തെറ്റന്നെയാണ് ചെയ്തത്. നീ സന്മാർഗത്തിന് അവകാശിയായിരുന്നു, നീ അത് ലഭിക്കേണ്ടവൻ തന്നെയായിരുന്നു. എന്നിട്ടത് കിട്ടാനുള്ളൊരവകാശം അള്ളാഹ് തടഞ്ഞു വെച്ചാൽ അത് തെറ്റ് തന്നെയാണ്. ഇനി നേരെ മറിച്ചു ഇൻ മനഅക ഫളഹു, അള്ളാഹു അവന്റെ ഔദാര്യം നിനക്ക് ചെയ്തില്ല, തന്നെ നിനക്ക് കിട്ടാൻ അവകാശമൊന്നുമില്ല, ഹക്കൊന്നുമില്ല, നിനക്കത് ബാധ്യതയൊന്നുമില്ല, അള്ളാഹ് തരേണ്ടതുമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് അവന്റെ റഹ്മത്തും ഫളലായിട്ടാണ് ഹിദായത്ത് നൽകുന്നത്, അത് തന്നില്ല. അള്ളാഹു ആ വ്യക്തിയെ വഴികേടിലാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഫഹുവ ഫളലുഹു യുഅ്തിഹി മൻ യശാ, ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഹിദായത്ത്, ഇൽമ്, ഇബാദത്ത്, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല സദസ്സിൽ പങ്കെടുക്കുക പോലത്തെ കാര്യങ്ങൾ അത് അള്ളാഹുവിന്റെ ഫളലും റഹ്മത്തും മാത്രമാണ്. ഒരാളും അതിന് അർഹതപ്പെട്ടവന് അവകാശിയായിട്ട് കിട്ടിയതല്ല, നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് നേടിയെടുത്തതല്ല. അത് അള്ളാഹുവിന്റെ ഫളലാണ്. വല്ലാഹു യുഅ്തി ഫളലഹു മൻ യശാ, അള്ളാഹു അവന്റെ ഔദാര്യം ഫളല് അത് അവൻ ഉദ്ദേശിക്കുന്നവർക്കേ നൽകുള്ളൂ. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, അള്ളാഹു ആരെയാണ് റസൂലാക്കണ്ടി അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയും. അതിന്റെ ഹിക്മത്ത് അവന്റെ അടുത്തുണ്ട്, അത് നമുക്ക് സൃഷ്ടികൾക്ക് അറിയുകയില്ല. ആരെയാണ് ആലിമാക്കണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് കൃത്യമായിട്ട് അറിയും. ദീനിന്റെ കാര്യങ്ങൾ ആർക്കാണ് പഠിപ്പിച്ചു കൊടുക്കണ്ടി, ആ വ്യക്തികൾ അതിനർഹരാണെങ്കിൽ അതിന്റെ സാഹചര്യം അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുക്കും. നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ. ഒരൽപ്പം പിന്നോട്ട് ചിന്തിക്കുക, നിങ്ങൾ ഒരൽപ്പം പിന്നോട്ട് പോകുകയാണെങ്കിൽ എത്രയോ ആളുകൾ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ചെയ്യുന്ന അവരുടെ കൂടെയായിരുന്നു. അള്ളാഹു ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് തൗഹീദിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും ദീനിനെ കുറിച്ചുമുള്ള ചിന്തകൾ ഇട്ട് തന്നതാണ്. നാം എന്തു ചെയ്തു? ഈ പറയുന്ന ചിന്തകളും തോന്നലുകളും നമ്മുടെ മനസ്സിലേക്ക്, ഈ പറയുന്ന സൂചനകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ എന്തു ചെയ്തു? ഈ പറയുന്ന ആളുകളെ കൂടെ ഖുറാഫാത്തിന്റെ കൂടെ നടക്കുമ്പോൾ മറ്റു പല ആളുകളും ഒരുപാട് വാൾ പോസ്റ്റ് ഒട്ടിക്കുന്ന, ഒരുപാട് സംഘടനകൾക്ക് വേണ്ടിയിട്ട് കസേര നിരത്തുന്ന കഷ്ടപ്പാടുകളിലൂടെ നടന്ന ആളുകളായിരിക്കും. ഈ പറയുന്ന നിങ്ങളുടെ മനസ്സിൽ സലഫിയത്തിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും ഈ പറയുന്ന ഈ കക്ഷിത്വങ്ങൾ അത് തെറ്റാണ് എന്നുള്ള ഈ തോന്നലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് മനസ്സിൽ കൊണ്ടുവന്നിട്ടു. എന്തു ചെയ്തു നമ്മൾ? അള്ളാഹുവിന് എന്തു കൊടുത്തു? അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ബഹുമാനാദരണീയരായിക്കൊണ്ട് എന്തു ചെയ്തു പോയി? അതിന്റെ മുമ്പിൽ നാം അള്ളാഹുവും നമ്മളും തമ്മിൽ എന്താണ് പ്രത്യേകമായ ബന്ധം? എന്താണ്? ഒരാൾ പറയാണ്, ഞാൻ അള്ളാഹുവിനോട് സത്യം അന്വേഷിച്ചുകൊണ്ട് ദുആ ചെയ്തിരുന്നു, അതിനുള്ള തൗഫീഖ് ആര് തന്നു? അതിനുള്ള തൗഫീഖുകൾ? ഈ സദസ്സിൽ നമ്മൾ വന്നിരിക്കുന്നു, ഇവിടെ വെച്ചത് പറയാനും കേൾക്കാനുമുള്ള സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് ഒരുക്കി തന്നു. എത്രയോ ആളുകൾ ഇങ്ങനത്തെ സദസ്സുകളിൽ വരാൻ അവർക്ക് കഴിയാതെ പോകുന്നു. നമ്മൾ അള്ളാഹുവിന് എന്ത് പകരം കൊടുത്തു ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്നതിന്? ഇത് അള്ളാഹുവിന്റെ ഫളലാണ്, ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഒരാൾക്കത് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടേണ്ടത് അള്ളാഹു തടഞ്ഞതല്ല. സ്വാതന്ത്ര്യം, സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ അള്ളാഹു നമ്മുടെ മുന്നിൽ ഒരുക്കി തന്നതുപോലെ ഈ പറയുന്ന ഓരോരുത്തരുടെ മുന്നിലും ഒരുക്കി കൊടുത്തു. വാഹനങ്ങൾ ഇവിടെയുണ്ട്, അവിടെയുണ്ട്. വരാനുള്ള ആരോഗ്യം, കഴിവും ഒഴിവും ഇവിടെയുണ്ടെങ്കിൽ ഇതുപോലെ അവർക്കുമുണ്ട്. സാഹചര്യങ്ങൾ എല്ലാവരുടെ മുന്നിലും ഒരുപോലെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഫളല് കൊണ്ട്, തൗഫീഖ് കൊണ്ട് ഓരോ ആളുകൾക്കും ഹിദായത്തിനു, നന്മക്ക് അർഹതയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖും റഹ്മത്തും ഫളലും ചെയ്തു കൊടുത്തുകൊണ്ട് അത് നൽകിയെന്നുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ ഫളലാണ്. ഒരാൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു ആ വ്യക്തിയോട് ഒരു ദുൽമും കാണിച്ചിട്ടില്ല. അതിന് എന്തുകൊണ്ട് ഇവർ അർഹരായി നന്മക്ക്, എന്തുകൊണ്ട് മറ്റുള്ളവർ അർഹരായില്ല? ലാ യുസ്അലു അമ്മാ യഫ്അൽ, അള്ളാഹു ചെയ്യുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അള്ളാഹു അവനോട് ദുആ ചെയ്യാൻ വേണ്ടി അവന്റെ എല്ലാ അടിമകളെയും വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ഞാൻ വളരെ അടുത്ത് ഉള്ളവനാണ്.
ഉജീബു ദഅവത്തദ്ദാഇ, വിളിക്കുന്നവരുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും എന്ന, മനുഷ്യരെ നിങ്ങൾ റബ്ബിനെ ആരാധിക്കുക. വിളി എല്ലാവരോടുമാണ്. ആ വിളി കേൾക്കാനുള്ള തൗഫീഖ് ഒരാൾക്ക് ലഭിച്ചത് അള്ളാഹുവിൻ്റെ ഫضل കൊണ്ടാണ്. വിളി എല്ലാവരോടുമാണ്. കേൾക്കാനുള്ള സൗകര്യം എല്ലാവർക്കും ഒരുപോലെ നൽകി. ആ പറയുന്ന കേൾവി ഉത്തരം ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞത് അള്ളാഹുവിൻ്റെ ഫضل കൊണ്ടാണ്. അതിന് ഈ വ്യക്തി അർഹനായി അള്ളാഹു അവനെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. അള്ളാഹുവിനോട് എന്തുകൊണ്ട് അവർക്ക് തൗഹീദ് കൊടുത്തില്ല, അത് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും ഇതിന് അർഹൻ ആരാണ്. ഈ ആദരവും ബഹുമാനവും അത് നേടിയെടുക്കാൻ ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ യോഗ്യരായ ആളുകൾ. അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു. ഈ വ്യക്തിക്ക് അവകാശമില്ലാത്തത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു ഒരിക്കലും തെറ്റു ചെയ്തിട്ടില്ല. അത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്തു സുമ്മ തലാ ഹാദിഹിൽ ആയ ലാ യുസ്അലു അമ്മാ യഫ്അൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല അള്ളാഹുവിനോട്. ഒരാൾക്കും അതിന് അർഹതയുമില്ല, ചോദ്യം ചെയ്യാനും പാടില്ല. അത് അദബുകേടാണ്, മര്യാദയില്ലായ്മയാണ്. സൃഷ്ടികളായ നമുക്ക് അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ യാതൊരു യോഗ്യതയുമില്ല. ഒരു വാക്ക് കൊണ്ടില്ല, ഒരു പ്രവൃത്തി കൊണ്ടില്ല. വഹും യുസ്അലൂൻ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു റസൂലായിട്ട് അയച്ചു. അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ചു, തൗറാത്ത് ഇറക്കി കൊടുത്തു. ഉലുൽ അസ്മിൽപ്പെട്ട മഹാനായ പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പരാമർശമുള്ള, ഒരുപാട് മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് കഴിച്ചാൽ ഒരുപാട് അനുയായികൾ ലഭിച്ച മഹാനായ പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, അല്ലാഹുമ്മ ഇന്നക റബ്ബുൻ അലീം, അള്ളാഹുവേ നീ മഹാനായ അലീമായ റബ്ബാണ്. ലൗ ശിഅത അൻ തുതാഅ ലഉതിഅത, നീ ഉദ്ദേശിക്കുകയാണ് നിന്റെ സൃഷ്ടികൾ മുഴുവനും നിനക്ക് വഴിപ്പെടണം, ത്വാഅത്ത് ചെയ്യണമെന്ന് നീ ഉദ്ദേശിക്കുന്ന പക്ഷം എല്ലാവരും നിനക്ക് ത്വാഅത്ത് ചെയ്യും. വല ഇൻ ശിഅത അല്ലാ തുഅസ മാ ഉസീത്, ആരും നിനക്കൊരു തെറ്റും ചെയ്യരുതേ എന്ന് നീ തീരുമാനിച്ചാൽ ഒരാളും പിന്നെ ഇവിടെ പാപികളോ ദോഷികളോ ഉണ്ടാകും ചെയ്യൂല. നിനക്കാണെങ്കിൽ ത്വാഅത്തുകളും സൽക്കർമ്മങ്ങളും ഇഷ്ടമാണ്. അതോടുകൂടെ ഈ ലോകത്ത് ധാരാളം ആളുകൾ നിനക്ക് എതിര് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. നീ ഉദ്ദേശിച്ചിട്ടല്ലേ ഈ തെറ്റുകൾ ഇവിടെ നടക്കുന്നത് എന്നാണ് മൂസാ നബിയുടെ സംശയം. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ത്വാഅത്ത് ചെയ്യണം എന്നാണ് ഉദ്ദേശം. എല്ലാവരും ത്വാഅത്ത് ചെയ്യും, സൽക്കർമ്മം ചെയ്യുന്നവരായിരിക്കും. ഒരടിമയും തെറ്റ് ചെയ്യരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരാളിവിടെ തെറ്റ് ചെയ്യൂല, പാപികൾ ഉണ്ടാകൂല. അള്ളാഹുവിനാണെങ്കിൽ പാപങ്ങൾ വെറുപ്പാണ്, സൽക്കർമ്മങ്ങൾ ഇഷ്ടമാണ്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ തെറ്റ് ചെയ്യുന്ന ആളുകളും മഅസിയത്തുകളും പാപങ്ങളും ഉണ്ടാകുന്നു? നീ ഉദ്ദേശിച്ചിട്ടല്ലേ? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഇതാണ് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലേക്ക് നൽകിയ വഹയ്യ്, ഇന്നി ലാ ഉസ്അലു അമ്മാ അഫ്അൽ വഹും യുസ്അലൂൻ. ഇന്നി ലാ ഉസ്അലു അമ്മാ അഫ്അൽ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കപ്പെടുകയില്ല. അതിനാർക്കും അർഹതയും അവകാശവുമില്ല, ചോദിക്കാനും പാടില്ല. എന്നാൽ എൻ്റെ സൃഷ്ടികൾ എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ച് കൃത്യമായി അവരോട് ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടും. അപ്പം ആരെങ്കിലും ഒരാൾ പറയണം നമുക്കൊന്നും ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിനെല്ലാം ചോദിക്കും ചെയ്യുക എന്നൊരുത്തൻ്റെ മനസ്സിൽ വരികയാണെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ? ഇത് ചോദിക്കുകയാണെങ്കിൽ ഈ വ്യക്തി അദബ് കേട് കാണിച്ചു. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള പാഠങ്ങളിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ വിധി, തീരുമാനം, അതിന് ഒരാൾ വഴിപ്പെടാതെ വഴങ്ങാതെ വിമർശനവുമായിട്ട് വന്നാൽ അവൻ ഇസ്ലാമിൽ വമൻ റദ്ദ ഹുക്മൽ കിതാബി കാന മിനൽ കാഫിരീൻ. അള്ളാഹുവിൻ്റെ ഈ തീരുമാനം, അചഞ്ചലമായ നിയമങ്ങൾ, വിധി, അതിനെ ആരെങ്കിലും തള്ളാൻ പോയാൽ അവൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അള്ളാഹ്ക്കെല്ലാം നമ്മോട് ചോദിക്കാം, പക്ഷെ നമുക്കന്ന് അങ്ങോട്ടും വിമർശിക്കാനും ചോദിക്കാനും പാടില്ല എന്നുള്ള തോന്നലൊരാൾക്ക് വന്ന് അവനത് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ആ വ്യക്തി പുറത്തു പോകും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. യഥാർത്ഥത്തിൽ സൃഷ്ടികളുടെ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നല്ലൊരു ശതമാനം ആളുകളുടെ മനസ്സിൽ പല കാര്യങ്ങളിലും അള്ളാഹുവിനോടുള്ള ഈ വിമർശനങ്ങൾ അവരുടെ മനസ്സിൽ വന്നു പോകുന്നത് കാണാൻ കഴിയും. തോന്നലുകൾ, ചിന്തകൾ. അക്സറുൽ ഖൽഖ് ഇല്ലാ മൻ ശാഅ റബ്ബുക്, അള്ളാഹുവിൻ്റെ തൗഫീഖുള്ള സഹായമുള്ള ചുരുക്കം ചില ആളുകൾ വെച്ച് ബഹുഭൂരിഭാഗം ആളുകളുടെയും സ്ഥിതി യളുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ വെച്ച് പുലർത്തുന്നവരല്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രം.
വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അള്ളാഹുവിനെ കുറിച്ച് നല്ല ഒരു തോന്നൽ, നല്ല ഒരു ഊഹം വെച്ച് പുലർത്തി പോകുന്നത്. അല്ലാത്ത ബഹുഭൂരിഭാഗം ആളുകൾ ഓരോരോ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചും ചീത്തയായ നിലക്കുള്ള ഊഹങ്ങളും തോന്നലുകളും വെച്ച് പോകുന്ന ആളുകളാണ്. ഫഗാലിബു ബനി ആദമ യഅ്തഖിദു അന്നഹു മബ്ഖൂസുൻ അൽ ഹഖ് നാഖിസുൽ ഹഖ്. പല ആളുകളുടെയും തോന്നൽ നമുക്ക് വേണ്ടതുപോലെ കിട്ടിയിട്ടില്ല, മറ്റു പലരെയും വെച്ചു നോക്കുമ്പോൾ എനിക്ക് ഇതിലേറെയൊക്കെ കിട്ടേണ്ടതായിരുന്നു, ഞാൻ അതിനൊക്കെ അർഹതയും യോഗ്യതയും ഉള്ള ആളായിരുന്നു, ദീനിൻ്റെ കാര്യത്തിലാണെങ്കിൽ ദുന്യാവിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ എനിക്കിതിലേറെയൊക്കെ ലഭിക്കേണ്ട ആളായിരുന്നു എന്നുള്ള ഒരു തോന്നൽ പലപ്പോഴും മനസ്സിൽ ഉള്ള ആളുകളാണ് പല ആളുകളെയും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ. വഅന്നഹു യസ്തഹിഖു ഫൗഖ മാ ആതാഹുല്ലാഹ്, അള്ളാഹു തന്നതിലേറെ കൂടുതൽ ഞാൻ അതിന് അവകാശിയായിരുന്നു എന്നുള്ള തോന്നൽ. വലിസാനു ഹാലിഹി യഖൂൽ ലലമനി റബ്ബി എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ ആക്രമിച്ചിട്ടുണ്ട്, വേണ്ടതുപോലെ എനിക്ക് തന്നിട്ടില്ല, ഞാൻ ഇതിലേറെയൊക്കെ ഒരുപാട് അഭിവൃദ്ധിയും ഉയർച്ചയും ആദരവും ഒക്കെ അർഹിക്കുന്ന ആളായിരുന്നു, എന്തുകൊണ്ട് അവരെ പോലെ എനിക്കും ആയിക്കൂടാ, എന്തുകൊണ്ട് അവർക്ക് ലഭിച്ചതുപോലത്തെ അനുഗ്രഹങ്ങളും നിഅമത്തുകളും എനിക്ക് തന്നില്ല, കിട്ടിയില്ല, എന്തുകൊണ്ട് എനിക്കതിന് അവകാശമില്ല? ഈ പറയുന്ന ഒരു തോന്നൽ അവരുടെ അവസ്ഥകൾ നാവുകൊണ്ട് ഇത് വ്യക്തമാക്കി പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഓരോരുത്തരുടെയും അവസ്ഥകൾ, കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതിൽ, കിട്ടിയതിൽ, ചെയ്തതിൽ അൽഹംദുലില്ലാ എന്ന് പൂർണ്ണ മനസ്സോടെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന മാനസികമായ അവസ്ഥയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വളരെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ പല ആളുകളും തുറന്നതങ്ങോട്ട് പറയുന്നില്ല എന്നുള്ളത്. ചില ആളുകൾ പറയും ലിമാദാ ഖലഖല്ലാഹു ഉനാസൻ അഗ്നിയ വആഖരീന ഫുഖറ, ഒരുപാട് ആളുകൾ സമ്പന്നരാക്കി, മറ്റുള്ളവരെയും എന്തുകൊണ്ട് ഇതുപോലെ ആക്കിക്കൂടായിരുന്നു, ഇവരെന്തുകൊണ്ട് ദരിദ്രരായി? ഒരുപാട് ആളുകൾ രോഗികളായി കഷ്ടപ്പെടുന്നു, മറ്റു പല ആളുകൾ ആരോഗ്യപൂർണ്ണ ആരോഗ്യവാന്മാരായി പോകുന്നു, എന്തുകൊണ്ട് എല്ലാവരെയും അത്യാവശ്യം ആരോഗ്യത്തോടു കൂടെ സൃഷ്ടിച്ചുകൂടാ? എന്നിട്ട് ഇബാദത്ത് ചെയ്യാനും ത്വാഅത്ത് ചെയ്യാനും അള്ളാഹു അവരോട് കൽപ്പിച്ചുകൂടാ? വഉനാസൻ യുആനൂന വആഖരീന യഈശൂന ഫീ റഖ, ചില ആളുകൾ വളരെ സുഭിക്ഷമായി ജീവിക്കുന്നു, ഭൗതികമായ വിഭവങ്ങൾ ധാരാളമുള്ളവർ. മറ്റു ചില രാജ്യങ്ങളിലും രാജ്യക്കാരിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ പ്രയാസകരമായ പരിതാപകരമായ സാഹചര്യങ്ങൾ, ഇടുങ്ങിക്കുടുങ്ങിയ സാഹചര്യങ്ങൾ. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്, അള്ളാഹുവിൻ്റെ ഖജാന നിറഞ്ഞു കിടക്കുന്നതാണ്, അള്ളാഹു രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ചെലവാക്കുന്നവനാണ്, പിന്നെ എന്തുകൊണ്ട് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ പറയുന്ന ഓരോരോ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ ചോദ്യം ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് പല ആളുകളെയും പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. കൃത്യമായി ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ, അതാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല എന്ന് പറഞ്ഞ മഹാനായ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജർ അലൈഹിസ്സലാം, അവരുടെ മാനസികാവസ്ഥ ഇതേപോലെ മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ കൂടെയുണ്ടായിരുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെയും ആ ഒരു ചിന്താഗതി, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഒരു ധാരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുൽ ദന്ന്, അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അള്ളാഹുവിനുള്ള അദബ്, മര്യാദ, ഇത് പാലിക്കാൻ കഴിയാത്ത ആളുകളാണ് പലപ്പോഴും ജനങ്ങളുടെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിൽ കൂടെ പരിശുദ്ധ ഖുർആനിൽ ഈ പറയുന്നതിനെ കുറിച്ചുള്ള ഏകദേശ ഒരു ധാരണ, അവൻ്റെ ഹിക്മത്തുകൾ, ലക്ഷ്യങ്ങൾ പലപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹു ഒരിക്കൽ പറഞ്ഞു, ലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിൽ പല ആളുകൾക്കും ഭൗതികമായ പല കാര്യങ്ങളും അനുഗ്രഹങ്ങളും നാം വിശാലമാക്കി കൊടുക്കുന്നുണ്ടാകും എന്ന് കരുതിയിട്ട് നീ നിന്റെ കണ്ണ് അങ്ങോട്ടൊക്കെ നീട്ടാൻ, അതൊക്കെ നോക്കാൻ, അതിനെക്കുറിച്ചൊക്കെ മോഹിച്ചാഗ്രഹിച്ച് നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും നിഅമത്തുകളും അത് നിസ്സാരവൽക്കരിക്കാൻ ഒരിക്കലും കാരണമാകരുത്. ലാ തമുദ്ദന്ന ഐനൈക, നിന്റെ കണ്ണുകളെ ഒരിക്കലും നീ നീട്ടരുത്. ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും, ജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് നല്ല നല്ല വീടുകൾ, മുന്തിയ വാഹനങ്ങൾ, സുഭിക്ഷമായ സന്തോഷകരമായ ആർഭാടപൂർണമായ ജീവിത സാഹചര്യങ്ങൾ, തൊഴിലുകൾ, സമ്പാദ്യങ്ങൾ, ഇതിലേക്കൊക്കെ കണ്ണു നീട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയത് നിസ്സാരവൽക്കരിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. റസൂലിനോടാണ് ഈ കൽപ്പന, ഉമ്മത്തുകളായ നമുക്ക് പാഠമാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ, സഹറത്തുൽ ഹയാത്തിദ്, ഭൗതികമായ ആർഭാടങ്ങൾ, ലിനഫ്തിനഹും ഫീ, അതിൽ നമ്മൾ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നൽകിയത്.
സമ്പത്ത് വളരെ കുറഞ്ഞു നൽകിയ ആൾക്ക് അതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങളാണ് ഉണ്ടാവുക. സമ്പത്ത് കൂടുതൽ ലഭിച്ച വ്യക്തികളാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങൾ നേരിടുന്നുണ്ട്. ഈ ലോകത്ത് തന്നെ സമ്പത്ത് കുറവുള്ള ഒരാള് അവനിലേറെ സമ്പത്തും ഭൗതികമായ വിഭവങ്ങളുമുള്ള ആളുകളെ നോക്കിയിട്ട് എന്ത് സുഖത്തിലാണ് അവർ, എന്ത് സ്വാതന്ത്ര്യത്തിലാണ്, എന്ത് സമാധാനത്തിലാണ് എന്ന് പലപ്പോഴും പറയും. സമ്പത്ത് ധാരാളമുള്ള മനുഷ്യന്റെ അടുത്ത് ചെന്നിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവന്റെ അവസ്ഥ അവൻ പറഞ്ഞറിയിക്കും നമ്മളെ, ഇതൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഈ പറയുന്ന ഭൗതികമായ വിഭവങ്ങൾ ഇത്ര എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതായിരുന്നു നല്ലത് എന്ന്. ഈ പറയുന്ന അനുഭവങ്ങൾ എത്രയുണ്ട്. ലിനഫ്തിനഹും ഫീ വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിഭവങ്ങൾ എത്ര ചെറുതാണെങ്കിലും, എത്ര നിസ്സാരമാണെങ്കിലും, എത്ര കുറവാണെങ്കിലും അതാണ് ഏറ്റവും ഉത്തമമായത്, അതാണ് നിലനിൽക്കുന്നതും ബറക്കത്തുള്ളതും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം രാത്രി കടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് പറയാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ദുആയുണ്ട്. അൽഹംദുലില്ലാ അല്ലദീ അത്അമന വസഖാന വകഫാന വആവാന. അൽഹംദുലില്ലാ, മനം നിറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ സംതൃപ്തിയോടുകൂടെ കടന്നിറങ്ങുന്ന മനുഷ്യൻ, ഉറങ്ങാൻ പോകുന്ന വ്യക്തി പറയാണ് അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. നാവ് കൊണ്ട് മാത്രമുള്ള പറച്ചിലല്ല, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സംതൃപ്തിയുള്ള പൂർണ്ണമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും പരിപൂർണമായ തൃപ്തിയോടുകൂടെ മനം നിറഞ്ഞുകൊണ്ട് പറയാണ് അൽഹംദുലില്ലാ അല്ലദീ അത്അമന, ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. എത്ര ആളുകൾ ഈ ലോകത്ത് ഭക്ഷണം ഒരു നേരത്തെ ലഭിക്കാത്ത ആളുകളെ നമ്മുടെ കണ്ണു മുന്നിൽ നമുക്ക് കാണാൻ കഴിയും. യാത്രയിലും മറ്റും, അതേപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ മറ്റ് രാജ്യങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ആളുകൾ എത്രയോ ഉണ്ട്. ഇന്നുണ്ട് ഈ ലോകത്ത്, ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദീ അത്അമന. ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ നിന്നാൽ ഒരു പക്ഷേ എനിക്ക് രാത്രി കിട്ടിയ ഭക്ഷണം രുചികരമായതോ സുഭിക്ഷമായതോ അതല്ലെങ്കിൽ സംതൃപ്തിയോടുകൂടെ കഴിക്കാൻ പറ്റുന്നതായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇത് ലഭിക്കാത്ത കോടിക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവരെ കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് ആ കിട്ടിയ ഭക്ഷണം ഏറ്റവും സംതൃപ്തിയുള്ള, ഏറ്റവും അനുഗ്രഹപൂർണമായ അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് ലഭിച്ച ഭക്ഷണമായിരിക്കും. അൽഹംദുലില്ലാ അല്ലദീ അത്അമന വസഖാന, എനിക്ക് കുടിക്കാൻ തന്നു. നമ്മുടെ കണ്ണു മുന്നിൽ വെള്ളമുണ്ട്, അത് ചങ്കിൽ നിന്ന് ഇറങ്ങാത്ത എത്ര ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്, ദുരിതപ്പെടുന്നുണ്ട്. ശരിയായ നിലക്കുള്ള കുടിവെള്ളം ലഭിക്കാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ഈ ലോകത്ത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ലേ? അത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കിട്ടിയ ഒരു കപ്പ് വെള്ളം എന്ന് പറയുന്നത് വിലമതിക്കാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള സ്തുതി എത്ര മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എത്ര നിറഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് വരും. വസഖാന വകഫാന വആവാന, എനിക്കാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നൽകി മതിയാക്കി തന്നു. അൽഹംദുലില്ലാ, ഞാൻ സംതൃപ്തനാണ്. വആവാന, കടക്കാൻ ഒരു ഇടം തന്നു. ഇതില്ലാതെ അലയുന്ന ആളുകളില്ലേ? കടന്നാൽ ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഈ നിലക്ക് കണ്ണുകൊണ്ട് നോക്കി കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പഠിപ്പിച്ചു തന്ന അതുപോലത്തെ ദുആ മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ കഴിയും ഓരോ സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യന്. നേരെ മറിച്ച് അങ്ങനെ ചിന്തിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് പഠിപ്പിച്ച് തന്നതുപോലെ ഒരാൾക്ക് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയാതിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഓരോ കാര്യത്തിനും വിമർശനമായിരിക്കും, ഓരോന്നിനും കുറ്റപ്പെടുത്തലുകളായിരിക്കും. നമുക്കറിയാം, ഈ ലോകത്ത് അള്ളാഹു ഏറ്റവും പവിത്രമായി അള്ളാഹു നിശ്ചയിച്ച പ്രദേശം മക്കയാണ്, അതിൻ്റെ ശേഷം മദീനയാണ്. ഈ രണ്ട് നാടിൻ്റെയും അവസ്ഥകൾ ചെന്ന് നോക്കിയാൽ പച്ചപ്പുള്ള പ്രദേശങ്ങളും നല്ല കൂടുതലും. മദീനത്ത് കൃഷിയും കാര്യങ്ങളുണ്ടെങ്കിലും മക്കയുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ പരിപരുത്ത പാറക്കല്ലുകളും മലമ്പ്രദേശങ്ങളും അവിടെ കൃഷിയോഗ്യമല്ലാത്ത മണ്ണും അന്തരീക്ഷമാണെങ്കിൽ അതികഠിനമായ ചൂടുമൊക്കെയാണ്. അള്ളാഹു ഈ ഭൂമിയിൽ ഏറ്റവും പവിത്രമായ മണ്ണായി നിശ്ചയിച്ചത് ആ പ്രദേശമാണ്. അവൻ്റെ മഹാനായ 2 ഖലീലുമാരെയും ആ പ്രദേശത്തിൻ്റെ വക്താക്കളാക്കിയിട്ടാണ് ഈ ലോകത്ത് കൊണ്ടുവന്നത്. ഇബ്രാഹിം നബി അദ്ദേഹം ഷാമിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹം പോറ്റി വളർത്തിയത് ഹാജറയെയും അതിൻ്റെ പിന്നിലുള്ള മക്കളെയും വളർത്തിയത് ഈ മക്ക എന്ന് പറയുന്ന ഈ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്ത്. യൂറോപ്പ് പോലത്തെ സ്ഥലങ്ങളിൽ നമ്മുടെ ജീവിക്കുന്ന ഈ നാട്ടിലൊക്കെ എത്ര പച്ചപ്പുകളുണ്ട്. പക്ഷേ ഈ പറയുന്ന അനുഗ്രഹങ്ങൾ അതോടുകൂടെ ആ നാട്ടിൽ ജീവിച്ച അവരാണ് ഏറ്റവും ഉത്തമരായ ആദരണീയരായ ആളുകളായി ഈ ലോകത്ത് ജീവിക്കുകയും ദഅവത്ത് നടത്തുകയും ചെയ്തത്. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള പ്രതിനിധികളാക്കിയിട്ട് നിങ്ങളെ സൃഷ്ടിച്ചു. അവന് വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാത്ത്, ചില ആളുകൾക്ക് മറ്റ് ചില ആളുകളിലേറെ പല ജാതി പദവികൾ, അറിവ് കൊണ്ട്, ഈമാന് കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മറ്റുള്ള ശക്തി കൊണ്ട്, സ്വാധീനങ്ങൾ കൊണ്ട് പല ആളുകൾക്കും മറ്റ് പല ആളുകളിലേറെ പല ജാതി പദവികൾ. ചില ആളുകൾ ഉയർന്ന പദവിയിലുള്ളവർ, ചില താഴ്ന്ന പദവിയിലുള്ളവർ. ലിനബ്ലുവക്കും ഫീമാ ആതാക്കും ലിയബ്ലുവക്കും ഫീമാ ആതാക്കും ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പല നിലക്കും ഈ ലോകത്ത് അവൻ്റെ അടിമകളെ പരീക്ഷിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിഭിന്നമായ നിലക്ക് കാര്യങ്ങൾ ചെയ്തത്. അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ് ഇതിൽ കൂടെ അവൻ പറഞ്ഞു തരുന്നത്. സൃഷ്ടികളായ നമുക്ക് മൊത്തത്തിലുള്ള ഹിക്മത്തുകൾ ഓരോന്നും വിശദീകരിക്കാതെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് ഇത് തന്നെ ധാരാളമാണ്. താരം അള്ളാഹുവിനെ ചോദ്യം ചെയ്യാതെ, വിമർശിക്കാതെ, കുറ്റപ്പെടുത്താതെ, ലഭിച്ചതിൽ അള്ളാഹുവിനോട് കുറവ് കാണിച്ച് അള്ളാഹുവിനോട് നൽകിയത് പോരായ്മയാണ് എന്ന് പല തെറ്റായ ധാരണയ്ക്ക് പോകാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഹിക്മത്തുകൾ നമുക്ക് വിവരിച്ചു തരികയാണ്. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. സൂറത്തുൽ അൻആമിൽ പറഞ്ഞു. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന, മറ്റ് ചില ആളുകൾക്ക് പരീക്ഷണമായിട്ടാണ് നമ്മൾ ഈ ലോകത്ത് നിശ്ചയിച്ചത്. ചില ആളുകളെ മറ്റ് ചില ആളുകൾക്ക് പരീക്ഷണമായി കൊണ്ടാണ് നിശ്ചയിച്ചത്. അതസ്ബിറൂൻ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറല്ലേ? അടിമകളെ, നിങ്ങൾ ക്ഷമിക്കുന്നില്ലേ? കുറച്ച് കിട്ടിയ ആളുകളാണെങ്കിൽ അവർ ക്ഷമിക്കാൻ തയ്യാറാകുക. അവരിലേറെ കുറവുള്ള ആളുകളിലേക്ക് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അങ്ങനെ, നിങ്ങളിലേറെ താന്ന ആളുകളിലേക്ക് നോക്കുക. പ്രത്യേകിച്ച് ദുന്യാവിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ നമ്മിലേറെ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ അതുപോലെ ആവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകും. അതാണ് ചെയ്യേണ്ടത്. അതസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുന്നില്ലേ? വകാന റബ്ബുക ബസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ റബ്ബ് അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് കൃത്യമായി കാണുന്നവനാണ്. അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി അവൻ സംവിധാനിച്ചതുമാണ്. ആളുകൾ പല രൂപത്തിലാണ്. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പം അനുഗ്രഹം നൽകിയെന്ന് കരുതി, ഏതെങ്കിലും ഭാഗത്തിൽ കൂടെ നൽകിയെന്ന് കരുതി അഹങ്കരിക്കാനോ ധിക്കാരം കാണിക്കാനോ മതിമറക്കാനോ പരിധി വിടാനോ പോകാതിരിക്കുക. അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമകളായി, താഴ്മയുള്ളവരായി വിനയം കാണിക്കുക. മറ്റുള്ള ആളുകൾക്ക് ഭൗതികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ കുറച്ചു നൽകിയെന്ന് കരുതി ഉള്ളവരോട് അസൂയ കാണിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊടുത്ത ആളുകളോട് ഒരിക്കലും അസൂയ കാണിക്കാതിരിക്കുക. ക്ഷമിക്കാൻ തയ്യാറാകുക. അള്ളാഹുവിനോട് നന്മക്കും വർധനവിനും വിശാലതക്കും വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു അവൻ്റെ അടിമകളായ നമുക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ ഇതാണ്. ആർക്കെങ്കിലും ലഭിച്ചതിൽ അതിന് അസൂയ കാണിക്കാതെ, അള്ളാഹുവിനോട് വിമർശനമാണ്. അസൂയ കാണിക്കുന്നവരുടെ മനസ്സിൽ എന്തുകൊണ്ട് അവർക്ക് ഇത്ര കൊടുത്തു, നമുക്ക് നൽകിയില്ല? എന്തുകൊണ്ട് അവരെ അഭിവൃദ്ധിപ്പെടുത്തി, നമുക്ക് എന്നും ഇങ്ങനെ അധപ്പതനം? ഈ പറയുന്ന വിമർശനം മനസ്സിൽ വരാതെ, അസൂയ കാണിക്കാതെ അള്ളാഹുവിനോട് നന്മയ്ക്ക് വേണ്ടി, വർധനവിന് വേണ്ടി, ഖൈറിന് വേണ്ടി ദുആ ചെയ്യുക. ഇതാണ് അള്ളാഹു പരീക്ഷണം എന്നുള്ള നിലക്ക് പല നിലക്കും അവൻ്റെ അടിമകളിൽ ഇങ്ങനെ വിഭിന്നമായ നിലക്ക്, വ്യത്യാസപ്പെട്ട നിലക്ക് സംവിധാനങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഫലഖദ് ഖലഖല്ലാഹു അന്നാസ മുതഫാവിതീന ഫീ ഹുദൂദിഹിം മിനദ് ദുനിയ, ദുന്യവിയായ ഓരോരോ വിഭവങ്ങളിലും വിഭിന്നമായ നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചത്. ലിഅന്ന ദുനിയ ദാറു ഇഖ്തിബാർ, ഈ ലോകം അത് പരീക്ഷണത്തിൻ്റെ ഭവനമാണ്. ഹൈതു അന്ന തഫാവുത്തുൽ അർസാഖി ഫിഹാ ഫിത്ന, ഈ പറയുന്ന വിഭവങ്ങൾ വിഭിന്നമായി നൽകിയത് നമ്മൾ പറഞ്ഞതുപോലെ അല്പവിഭവങ്ങൾ നൽകിയ ആളുകൾക്ക് അവരിലേറെ കിട്ടിയവരെ കൊള്ള നോക്കുമ്പോൾ ഇവർ വിചാരിക്കുകയാണ് ഒരുപാട്, അവരെത്ര സുഖത്തിൽ, എത്ര സമാധാനത്തിൽ, എത്ര സംതൃപ്തിയിൽ. ആ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ച ആളുകളടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത്, ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ, ഈ ബാധ്യതകളൊക്കെ ഒന്നൊഴിഞ്ഞ് സ്വസ്ഥമായൊരു ജീവിതം സമാധാനത്തോടുകൂടെ ഒന്ന് കണ്ണടക്കാനുള്ളൊരവസ്ഥ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ കിട്ടിയത് ഒരു സുപ്രഭാതത്തിൽ ഒറ്റടിക്ക് ഒഴിവാക്കാനൊന്നും ഈ പറഞ്ഞ ആളുകളെ കൊണ്ട് കഴിയുകയുമില്ല. അതിൻ്റെ പുറമെ ഈ ലോകം കഴിഞ്ഞ് പരലോകത്തെത്തിയാൽ ഇവിടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ച ആളുകൾക്ക് അവർക്കൊരു പക്ഷേ ചെറിയ വിചാരണകളോടുകൂടെ ആ വിശാലമായ ലോകത്ത് അവർക്ക് മുന്നേറാൻ, രക്ഷപ്പെടാൻ കഴിയും. സമ്പത്തും അനുഗ്രഹങ്ങളുമുള്ള ആളുകൾ വിചാരണയ്ക്ക് വേണ്ടി തന്നെ 500 വർഷം മഹ്ശറയിൽ കാത്തു നിൽക്കേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായ ഹദീസുകളുണ്ട്. ദരിദ്രരായ ആളുകൾ വിചാരണ തീർത്ത് പോകുന്ന സമയത്ത് സമ്പന്നരും
ധനികരും ഈ ലോകത്ത് വിശാലതയുമുള്ള ആളുകൾ 500 വർഷം അതിൻ്റെ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്നു. ഈ പറയുന്ന വലിയ പരീക്ഷണങ്ങളും ദുരിതങ്ങളും ഓർക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നൽകാത്തതായിരുന്നു ഖൈറ്, നന്മ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ അടിമകളിൽ സംവിധാനിച്ച ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ ലക്ഷ്യങ്ങളും കൃത്യമായ അറിവും വ്യക്തമായ ധാരണയും ഉണ്ട് എന്നുള്ളത്. നമ്മുടെ കുറഞ്ഞ അറിവ് കാരണം അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ ശരിക്ക് അതബോടുകൂടെ മര്യാദയോടുകൂടെ ശരിക്ക് മനസ്സിലാക്കാത്തത് കാരണം ഈ പറയുന്ന വിമർശനങ്ങൾ നമ്മെ പിടികൂടുന്നു എന്നുള്ളതാണ് സത്യം. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ കയ്യും കണക്കുമില്ലാത്ത എത്രയോ അനുഗ്രഹങ്ങൾ ഓരോ ഭാഗത്തിൽ കൂടെയും നമ്മിലേറെ ഇത് ലഭിക്കാത്ത പല ആളുകളെയും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഫകഫാ ബില്ലാഹി ഹാസിബൻ വ ഖയ്യിമൻ വ റഖീബ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിചാരണ ചെയ്യും. അവൻ്റെ കാര്യങ്ങൾ സൃഷ്ടികൾ കൃത്യമായി അവൻ ഓരോരോ കാര്യങ്ങൾ ഭംഗിയായി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവൻ നിരീക്ഷിക്കുന്നു. ഫഹുവ മൻ വളഅൽ ഇഖ്തിബാർ, ഈ പരീക്ഷണം സൃഷ്ടികളായ നമുക്ക് നിശ്ചയിച്ചത് അവനാണ്. വഹുവ മൻ ഖലഖ ലികുല്ലി ഇൻസാനിൻ ദുറൂഫഹുൽ ഖാസ്സ, പ്രത്യേകമായ ശാരീരികമായി ആരോഗ്യപരമായി സാമ്പത്തികമായി സാമൂഹികം ഓരോ കാര്യത്തിലും പ്രത്യേകമായ ഓരോ ആളുകൾക്കും പ്രത്യേകമായ സംവിധാനങ്ങൾ നിശ്ചയിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. വഹുവൽ അഅലമു ബിഹാലി കുല്ലി വാഹിദ്, എല്ലാ ഓരോരുത്തരുടെയും അവസ്ഥ പൂർണ്ണമായി അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം. നമുക്ക് പോലും എന്താണ് എനിക്ക് നല്ലത് എന്ന് കൃത്യമായി നമുക്കറിയുകയില്ല. നാം നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നേടിയെടുക്കാൻ പോകുന്ന, അതല്ലെങ്കിൽ തേടി അള്ളാഹുവിനോട് ചോദിച്ച് നമുക്ക് ലഭിച്ച ചില കാര്യങ്ങൾ, അള്ളാഹുവേ എനിക്കൊരു ഭാര്യയെ കൊണ്ടായെന്ന് പറഞ്ഞ് ദുആ ചെയ്തൊരു മനുഷ്യൻ പിന്നീട് വിവാഹം കഴിച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുമ്പുള്ളതിലേറെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവപ്പെട്ട എത്രയോ ആളുകളുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. എനിക്കൊരു വണ്ടി കൊണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തേടി നേടിയെടുത്ത ആൾ പിന്നെ ആ വണ്ടി അവനൊരു വണ്ടിയും വലയുമായ അനുഭവങ്ങൾ എത്രയോ ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. മക്കളുടെ നമുക്ക് നല്ലതാണ്, ഏതാണ് നല്ലത്, ഏതാണ് എനിക്ക് ചീത്ത തിന്മ, ഇത് സൃഷ്ടികളായ നമുക്ക് അറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമുക്ക് ഏറ്റവും നല്ലത് അവൻ തിരഞ്ഞെടുക്കുന്നു, ഏറ്റവും നല്ലത് അവൻ നൽകുന്നു. അള്ളാഹു നൽകിയതിൽ സംതൃപ്തരായ അടിമകളായി താഴ്മയും വിനയവും കാണിച്ച് നന്ദി ചെയ്ത് മുന്നോട്ട് പോകും. ലഭിക്കാത്തതാണെങ്കിൽ അതിൽ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് ഖൈറിന് നന്മ അത് തേടാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുക. വിമർശനത്തിൻ്റെ ഒരു വാക്കും ഒരു തോന്നലും ഒരു ചിന്തയും അടിമകളായ നമ്മുടെ മനസ്സിൽ കടന്നുകൂടാനും വന്നു പോകാനും ഇടവരുത്തുകയേ ചെയ്യരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുവൽ മുത്തലിഉ അലാ ഖബായ അസ്സുദൂർ, ആളുകളുടെ മനസ്സിൽ എന്തൊക്കെ മറഞ്ഞു കിടക്കുന്നു അത് കൃത്യമായി അറിയുന്ന ആളാണ് അല്ലാഹു. വഹുവ മൻ യുഹാസിബുൽ ഇബാദ ബിനഫ്സിഹി ലാ യുകിലു അൻഹു അഹദ്, മഹ്ശറയിൽ അവൻ്റെ അടിമകളെ അള്ളാഹു നേരെ അവൻ വിചാരണ ചെയ്യും, അതിന് മറ്റൊരാളെ ഏൽപ്പിക്കുകയില്ല. വഹുവൽ ഹഖുൽ അദ്ലുൽ കരീം അർറഹീം സുബ്ഹാനഹു വ തആല അമ്മാ യസിഫൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഹഖ്, അവൻ നീതിമാനാണ്, അവൻ മാന്യതയുള്ളവനാണ്, സൃഷ്ടികളോട് ഏറ്റവും അങ്ങേയറ്റത്ത കാരുണ്യവാനാണ് അള്ളാഹു. ഫഇയ്യാക അൻ തുസീഅ അല്ലന്ന ബിറബ്ബിക്, അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും തെറ്റായ ധാരണ ഒരിക്കലും മനസ്സിൽ കടന്നു വരരുത്. നാവ് കൊണ്ട് പറയരുത്, മനസ്സിൽ അതുണ്ടാവരുത്. അള്ളാഹുവിനെ വിമർശിക്കാൻ പോകരുത്. വൽയതുബിൽ അബ്ദു ഇലല്ലാഹി തആല, അടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. വൽയർജി ഇലാ സവാബിഹി, അവൻ്റെ ശരിയായ നന്മയിലേക്ക് അവൻ മടങ്ങിച്ചില്ല. വൽയസ്തഗ്ഫിറുഹു കുല്ല വഖ്തിൻ മിൻ ളന്നിഹി ബിറബ്ബിഹി ളന്നസു, അള്ളാഹുവിനെ കുറിച്ച് ചീത്തയായ തോന്നലുകൾ ഒരിക്കലും വരാതെ അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. വൽയളുന്ന സൂഅ ബിനഫ്സിഹി, നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തിനെ കുറിച്ചാണ് തെറ്റായി വിചാരിക്കേണ്ടത്. എൻ്റെ ശരീരം പിശാചിൻ്റെ കൂടെ കൂടി എന്നെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും എന്നുള്ള ആ തോന്നല്, അവർ ശ്രദ്ധ ഓരോ നിമിഷവും ഓരോരോ ആളുകളും അവരുടെ സ്വന്തം ശരീരത്തിനെ കുറിച്ച് വെച്ച് പുലർത്തും. അല്ലതീ ഹിയ മഅ്വാ കുല്ലി സൂ, സകല പാപത്തിൻ്റെയും സകല തെറ്റിൻ്റെയും അഭയകേന്ദ്രമാണ് നമ്മുടെ ശരീരം. ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ, തെറ്റുകളെക്കുറിച്ച് ധാരാളം അത് പ്രേരിപ്പിക്കുന്ന കൽപ്പിക്കുന്നൊരു പ്രകൃതമാണ് മനുഷ്യരായ നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുത്ബയുടെ ആരംഭത്തിലൊക്കെ സ്വന്തം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ തൊട്ട് അതിൻ്റെ തിന്മയെ തൊട്ട് കാവലിന് തേടുമായിരുന്നു. സ്വന്തം ശരീരത്തിൻ്റെ തെറ്റുകളെ തൊട്ട് കാവലിന് തേടുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം നമ്മുടെ ശരീരത്തിനെ അതിന് മാത്രം തെറ്റിദ്ധരിക്കണം, അതിന് മാത്രം നമ്മൾ അപകടത്തിൽ കൊണ്ടു ചാടിക്കും എന്നുള്ള മൻബഉ കുല്ലി ശർ, സകല പാപത്തിൻ്റെയും തെറ്റിൻ്റെയും ഉത്ഭവ കേന്ദ്രം നമ്മുടെ ശരീരമാണ്. അൽ മുറക്കബത്തു അലൽ ജഹ്ലി വൽ ളുൽം, ഒരു ഭാഗത്തിൽ കൂടെ വിവരദോഷം, അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ, മറ്റൊരു ഭാഗത്തിൽ കൂടെ നീതിമാനായ അള്ളാഹുവിനെ കുറിച്ച് അനീതിയും അക്രമവും നമ്മുടെ മനസ്സിൽ തോന്നിപ്പോവുക, വെച്ച് പുലർത്തുക എന്നുള്ളത്. ഫഹുവ ഔലാ ബിളന്നി സൂഇ മിൻ അഹ്കമിൽ ഹാക്കിമീൻ വഅഅദലിൽ ആദിലീൻ, ഏറ്റവും യുക്തിമാനായ ഏറ്റവും നീതിമാനായ അള്ളാഹുവിനെ കൊള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ തെറ്റിൻ്റെയും ചീത്ത വിചാരിക്കാനും മോശം നമുക്ക് മനസ്സിലാക്കാനും തോന്നാനും ഏറ്റവും അർഹതയോഗ്യത നമ്മുടെ ശരീരത്തിനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമുർ റാഹിമീനാണ്. അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച്, അടിമകളെക്കുറിച്ച് ഏറ്റവും റഹ്മത്തുള്ളവനാണ്. അവൻ അവൻ്റെ സൃഷ്ടികളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അവൻ്റെ അടുത്ത് കൃത്യമായ ഹിക്മത്തുകളും ലക്ഷ്യവും ഉണ്ടാകും എന്നർത്ഥം. അൽ മുനസ്സഹു അൻ കുല്ലി സൂഇൻ ഫീ ദാതിഹി വ സിഫാതിഹി വ അഫ്ആലിഹി വ അസ്മാഇ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നഫ്സിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ വിശേഷണങ്ങളിൽ, അള്ളാഹുവിൻ്റെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ പരിപൂർണനാണ്, പരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പോരായ്മയും ഒരു കുറ്റവുമില്ലാത്തവനാണ്. അൽ മുനസ്സഹ്, പരിശുദ്ധനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നഫ്സിന് എല്ലാവിധ പരിപൂർണതയുമുള്ളവനാണ്. അവൻ്റെ വിശേഷണങ്ങളെ, അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ വാക്കുകൾ, അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലത്തെ കൃത്യമായ നീതിയുക്തമായ വ്യക്തമായ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ റഹ്മത്ത് അവൻ്റെ സൃഷ്ടികളോട് ഉള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ സൃഷ്ടികളായ നമുക്ക് യാതൊരു അർഹതയും യാതൊരു യോഗ്യതയുമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ, ഖദറിൻ്റെ അതുമായി പറഞ്ഞ ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ വീണ്ടും കേട്ട് അത് പഠിച്ച് അതിലുള്ള സംശയങ്ങൾ പരസ്പരം ചോദിക്കാൻ പറ്റുന്ന ആളുകളോട് ചോദിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അള്ളാഹുവിനെക്കുറിച്ച് നല്ല ധാരണയിൽ, നല്ല ആ ബോധത്തോടുകൂടെ, നല്ല ചിന്തയോടുകൂടെ മുന്നേറുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായത്തെ തേടി അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നേറി ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.